നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ മലയാള വർഷം, അതായത് കൊല്ലവർഷം 1200 എന്ന വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന സാമാന്യ അനുഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചിത്തിര നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങൾ നോക്കി. ഈ വീഡിയോയിൽ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഈ ഒരു പുതുവർഷത്തെ ഫലങ്ങൾ നോക്കാം. അതായത് മലയാള പുതുവർഷത്തെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലങ്ങൾ നോക്കാം. അപ്പോൾ ഈ ചോതി നക്ഷത്രം തുലാക്കൂറിലാണ് പൂർണ്ണമായിട്ടും ഉൾപ്പെടുന്നത്. തുലാക്കൂറ് എന്ന് പറയുന്നത് ശുക്രൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗ്രഹനില നോക്കുമ്പോൾ ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഗ്രഹങ്ങൾ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ വർഷാരംഭത്തിൽ കുംഭൻ രാശിയിലൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വക്രഗതിയിലാണ്. ഏതാനും നാളുകൾക്കകത്ത് അത് നേർഗതിയിലേക്ക് വരും. അപ്പം ഈ വർഷാരംഭത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി, അല്ലെങ്കിൽ കുംഭൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനി ഈ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 5-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. ബുദ്ധിയെയും നമ്മുടെ പ്രതിഭാശക്തിയൊക്കെ അതിൻ്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5-ൽ ശനി വരുമ്പോൾ അതിനെയൊക്കെ ഒരളവ് വരെ ആ കാര്യങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കുകയോ ചെയ്യും. പിന്നെ ഇതിന് പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗുണകരമായ ഒരു എഫക്റ്റ് കിട്ടുന്ന ആർക്കാണ്? ജനന സമയത്ത് ശനി വളരെ ഗുണകരമായിട്ട് ചിലർക്ക് നിൽക്കും. ഉച്ചത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാശികളിലൊക്കെ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോഴും തീരെ ദോഷം എന്ന് പറഞ്ഞുകൂടാ. കാരണം കുംഭം എന്ന് പറയുന്നത് ശനിയുടെ മൂലത്രികോണമായതുകൊണ്ട് വലിയ ദോഷങ്ങളില്ലാതെ, ബുദ്ധിപരമായിട്ടൊന്നും വലിയ ചിന്താക്കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ 5-ൽ ശനി സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ ചില ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടി വരും. ഓരോ കാര്യത്തിലും ചില കാര്യങ്ങൾ വ്യക്തത വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ വലിയ അബദ്ധങ്ങളിലേക്ക് പോകാതെ ആ ശനി മൂലത്രികോണ രാശിയിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം അതിന് സഹായിക്കും. പിന്നെ 5-ാം ഭാവം എന്ന് പറയുന്നത് സന്താനഭാവമായതുകൊണ്ട് സന്താനങ്ങളുടെ പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാനായിട്ട് ഇത് ഇടയാകും. 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്ക് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. അപ്പോൾ തുലാക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് ആ സമയത്ത് ശനി വരുന്നത്. അതായത് മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്കും വിഷുവിന് തൊട്ട് മുമ്പായിട്ടാണ് ശനി രാശി മാറുന്നത്. അപ്പോൾ ഈ 6-ൽ ശനി എന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമാണ്. ശനിക്ക് 3, 6, 11 ഭാവങ്ങളിൽ കൂടെയുള്ള സഞ്ചാരം വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുദോഷത്തെ വലിയൊരു അളവ് വരെ ഇല്ലായ്മ ചെയ്യാൻ 6-ലൂടെയുള്ള ശനിയുടെ സഞ്ചാരത്തിന് സാധിക്കും. അതായത് വിഷു ആകുമ്പോഴത്തേക്ക് ആ വിഷുക്കാലത്തോടു കൂടി തന്നെ ആ ശനിയുടെ ദോഷാവസ്ഥ മാറിയിട്ട് ഗുണകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ വർഷാരംഭത്തിൽ തുലാക്കൂറുകാരായ ഈ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 8-ലാണ് വരുന്നത്. അതായത് അഷ്ടമ വ്യാഴം. ഈ അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുത്തുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. വ്യാഴം ശുഭഗ്രഹമാണെങ്കിലും ഈ 8 എന്ന് പറയുന്നത് അശുഭമായ ഒരു ഭാവമാണ്, 8-ാം ഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴം 8-ലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശുഭത്വം തീരെ കുറഞ്ഞു പോകും. ദൈവാധീനം വളരെ കുറയുന്ന ഒരവസ്ഥ കുറച്ച് കാലത്തേക്ക് നേരിടേണ്ടി വരും. എന്നോർത്ത് കാര്യം സാധിക്കുകയില്ല എന്നല്ല, കാര്യം സാധിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മനപ്രയാസം, ടെൻഷന്, സാമ്പത്തികമായ ടൈറ്റ്, ദാമ്പത്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് അഷ്ടമ വ്യാഴം നമ്മളെ ബാധിക്കുന്നത്. ചിലർക്ക് അസുഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടുമൊക്കെയാണ് വരുന്നത്. അപ്പം ജനന സമയത്ത് വ്യാഴം പൊതുവേ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാകുകയില്ല. പിന്നെ രാഹുകേതുക്കളുടെ മാറ്റം എങ്ങനെയാണ്? മെയ് 18 ആകുമ്പോൾ, 2025 മെയ് 18 ആകുമ്പം രാഹു മീനൻ രാശിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്ക് വരുന്നു. അതേ സമയത്ത് തന്നെ കന്നിയിൽ നിൽക്കുന്ന കേതു ചിങ്ങൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള പ്രധാന ഗ്രഹാവസ്ഥകൾ. മറ്റ് സൂര്യനും മറ്റ് ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ വളരെ കുറച്ച് കാലം മാത്രമേ ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അവയുടെ ഫലങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക്
ഈ സൂര്യനും ബുധനും തമ്മിലുള്ള കോമ്പിനേഷൻ, സൂര്യനും ശുക്രനും ബുധനും ശുക്രനും ലക്ഷ്മി നാരായണ യോഗം, ഇതൊക്കെ പല രാശികളിലും ഫോം ചെയ്യുകയും വേർപെട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ യോഗത്തിൻ്റെ ഫലങ്ങൾ കുറേ ദിവസങ്ങളൊക്കെ അനുഭവിച്ചങ്ങ് മാറും. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രഹാവസ്ഥ. പിന്നെ ഈ അഷ്ടമ വ്യാഴത്തിലാണ് വർഷം തുടങ്ങുന്നത്. വർഷം തുടങ്ങുന്ന സമയത്ത് 8-ലാണ് വ്യാഴം. അതുകൊണ്ട് പല കാര്യങ്ങളും ആദ്യം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് പലതവണ ശ്രമിച്ചാൽ മാത്രമാണ് അതിൽ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ജോലിയൊക്കെ കിട്ടാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ കുറേ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ആശയക്കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കും. അതാണ് ബുദ്ധിയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി മാന്ദ്യം ഉണ്ടാകുകയില്ലെങ്കിലും ഒരു കൺഫ്യൂഷൻ, ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത ഒരവസ്ഥ, എല്ലാത്തിലും വ്യക്തമായ ഒരു വഴി കാണാത്ത അവസ്ഥ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ. പിന്നെ നമുക്ക് സാധാരണ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പോലും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്നുള്ളത്. എന്നാൽ നമ്മൾ ക്ഷമയോടെ പെരുമാറിയാലും അല്ലെങ്കിൽ ക്ഷമയോടെ കാര്യങ്ങൾ കാത്തിരുന്ന് യുക്തിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടുകയും ചെയ്യും. ആദ്യത്തെ തവണ സാധിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പിന്നെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ കടക്കണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. വ്യാഴം 8-ൽ നിൽക്കുന്ന സമയം. പിന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകാം. സർവ്വകാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാം. പിന്നെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് പോലും ഉണ്ടാകാം. രോഗാദി ദുരിതങ്ങൾ ബാധിക്കാം. സന്താനങ്ങൾക്കുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ സന്താനങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകും. നിർബന്ധ ബുദ്ധി വർദ്ധിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 5-ൽ ശനി സഞ്ചരിക്കുകയും 8-ൽ വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഉണ്ടാകും. പിന്നെ ക്രമേണ ഈ ഗ്രഹാവസ്ഥ മാറുന്നതോടുകൂടി രോഗദുരിതങ്ങളൊക്കെ മാറി ക്രമേണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരും. വർഷമധ്യമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ജീവിതം മാറും. ചോതി നക്ഷത്രക്കാരുടെ വർഷമധ്യത്തോടെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. ആ രീതിയിലുള്ള കുറേ പരിചയങ്ങളും നമുക്ക് ഉണ്ടാകും. പിന്നെ അവരോടൊപ്പം നിൽക്കുകയും നമുക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടാനും ഒക്കെ അത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ അധികാരപ്രാപ്തിയുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. വർഷത്തിൻ്റെ ആദ്യമൊക്കെ കുറേ തടസ്സങ്ങളായിരിക്കും ജോലിക്ക്. പക്ഷേ നമ്മൾ വിട്ടുകളയരുത്. കാരണം നമ്മൾ ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. വർഷമധ്യത്തോടെ കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് വരും. പിന്നെ വ്യാപാര രംഗം, കസ്റ്റമർ കെയർ, സെയിൽസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഗുണകരമായ ഒരു വർഷമാണ് ഈ വർഷം. ധനവും ഭൂമിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശത്രുനാശവും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ദോഷം ഇല്ലാതെയാകും. 2 തരത്തിലാണ് ഈ ശനി കൊണ്ടുള്ള ശത്രുദോഷം നശിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒന്ന് ശത്രുതയൊക്കെ ഉപേക്ഷിച്ച് നമ്മളുമായിട്ട് രമ്യതയിലെത്തുക. 2 ശത്രു ആ നാട് തന്നെ വിട്ട് ദൂരേക്ക് എവിടെയോട്ടെങ്കിലും പോവുക. ശത്രുവിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരിക. ഇങ്ങനെ 2 തരത്തിൽ ശത്രുനാശങ്ങൾ ഉണ്ടാകും. പിന്നെ ഈ വർഷം നമുക്ക് തീരെ മോശം എന്ന് പറഞ്ഞുകൂടാ. കാരണം വർഷത്തിൻ്റെ മധ്യത്തോടുകൂടി വർഷമധ്യം വരെ കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും രോഗാവസ്ഥകളും ഒക്കെ നേരിടേണ്ടി വരാം. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് രോഗാവസ്ഥ വരാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എങ്കിലും മകരമാസത്തോടു കൂടി വളരെ വിലപ്പെട്ട പല സമ്മാനങ്ങളും നമുക്കിഷ്ടമുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് മാതാവിനും മാതൃബന്ധുക്കൾക്കും ആ സമയവും ഗുണകരമല്ല. അവർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വർഷം സ്വന്തമായിട്ടുള്ള വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അല്ലെങ്കിൽ ഭൂമി വാങ്ങിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു വർഷമാണ്. ഭൂമി ലാഭം, വാഹന ലാഭം ഇതെല്ലാം ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട്. മാനസികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും. സഹോദര സ്ഥാനത്തുള്ള ആൾക്കാരിൽ നിന്നും, സഹോദരങ്ങളോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്കിഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ജാതകത്തിൽ ശുക്രൻ ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, ജനിക്കുന്ന സമയത്ത് ശുക്രന് ബലമില്ലാതെയോ ശുക്രൻ അനുകൂലമല്ലാത്ത ഏതെങ്കിലും രാശിയിൽ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശുക്രൻ്റെ സ്വഭാവത്തിന് ഗുണകരമല്ലാത്ത ഗ്രഹങ്ങളുമായിട്ട് ചേർന്നോ ദൃഷ്ടിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ വിവാഹം മാറിപ്പോകാം. കോടതി കേസ്, വഴക്കുകൾ തുടങ്ങിയവ നേരിടേണ്ടി വരാം.
ബന്ധുജനങ്ങളുമായിട്ട് കലഹമുണ്ടാകാം, ഭാര്യാസുഖക്കുറവുണ്ടാകും, ജീവിതത്തിൽ പൊതുവെ ഒരു അലസത സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദാമ്പത്യ സൗഖ്യമൊക്കെ നന്നായിട്ടുണ്ടാകും. വർഷത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്ക് എന്താണ് ഗുണം? വ്യാഴം 9ലേക്ക് വരും. ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിൽ നിന്നും മാറി ഇടവത്തിൽ നിന്ന് മാറി മിഥുനത്തിലേക്ക് എത്തിച്ചേരും. അതായത് 9ാം ഭാവത്തിലേക്ക്, ഭാഗ്യഭാവത്തിലേക്ക് എത്തിച്ചേരും. അപ്പം വളരെ ഗുണകരമായ ഒരുപാട് അവസ്ഥകൾ, ധനലാഭം, വാഹനലാഭം എല്ലാം ആ സമയത്ത് ഉണ്ടാകും. പിന്നെ പല സാമ്പത്തിക സ്രോതസ്സുകളും തുറന്നു കിട്ടും. നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. നമ്മുടെ മുമ്പിൽ പല അവസരങ്ങളും തുറന്നു കിട്ടും. വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് സമൂഹത്തിൽ അംഗീകാരവും ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താനും ഒക്കെ സാധിക്കും. വളരെ പ്രാധാന്യമുള്ള പല കാര്യങ്ങളിലും ഇടപെടുന്നതിലൂടെ ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അംഗീകാരം ലഭിക്കാനായിട്ട് കാരണമാകും. സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിലുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങളും കൂടെ കിട്ടും. ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ചുമതലയിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പദ്ധതികളിൽ അവർക്ക് പരമപ്രാധാന്യം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒരു കാലമാണ് ചോതി നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതി. അതുപോലെ തന്നെ അംഗീകാരവും പദവിയും ധനവും വന്നു ചേരും. പിന്നെ ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആചാരങ്ങളൊക്കെ പിന്തുടരാനായിട്ട് ശ്രമിക്കുന്നതാണ്. നേരത്തെ ആചാരങ്ങളിലൊന്നും അത്ര വിശ്വാസം ഇല്ലാതിരുന്ന ചോതി നക്ഷത്രക്കാർ പോലും ഈ ഒരു സമയത്ത് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അവരുടെ ദേവാലയ ദർശനം, ഓരോരുത്തരുടെയും മതവിശ്വാസപ്രകാരമുള്ള ദേവാലയ ദർശനം നടത്താനും അവിടുത്തെ ആരാധനകളിലും ആത്മീയ പരിപാടികളിലുമൊക്കെ പങ്കെടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ആരാധനാ കേന്ദ്രങ്ങളും, നമ്മുടെ ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ ആയിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ഒക്കെ സന്ദർശിക്കാനുള്ള യോഗവും ഉണ്ട്. നല്ല ആളുകളുമായിട്ട് ചേർന്ന് പല പല യാത്രകളൊക്കെ ചെയ്യാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീരെ മോശമല്ല. എങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും. കാരണം ഈ വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 8ൽ വ്യാഴവും 5ൽ ശനിയുമായിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ വർഷത്തിൻ്റെ ഏതാണ്ട് പകുതിയോടടുത്ത് തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. പകുതി കഴിയുമ്പോൾ ഗുണകരമായ മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരും. ഇതാണ് നമുക്ക് പൊതുവെ ചോതി നക്ഷത്രക്കാരുടെ ഫലമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പോൾ കേതു ദശയോ കേതുവിൻ്റെ അപഹാരമൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ സൂര്യദേവനോ ശിവനോ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ വെള്ളിയാഴ്ചയും ചോതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പട്ട് സമർപ്പിക്കുകയും ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശത്രുദോഷം മാറ്റാനായിട്ട്, ശത്രുക്കളെ രണ്ട് രീതിയിൽ പറഞ്ഞല്ലോ, ഒന്ന് ശത്രു മിത്രമായി മാറുക, അല്ലെങ്കിൽ ശത്രു ഓടം വിട്ട് പോവുക. ഇതിലേതെങ്കിലും ഒന്ന് ഈ സമയത്ത് സംഭവിക്കും. നമ്മൾ ഈ ക്രമം പിന്തുടരുകയാണെങ്കിൽ, നല്ല പ്രാർത്ഥനയോടുകൂടി ഈ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചോതി ചതയം തിരുവാതിര നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം പതിവാക്കുക നല്ലതാണ്. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിലെ രാഹുവിന് വിളക്ക് തെളിയിക്കുക, അർച്ചന ചെയ്യുക. രാഹുവിനും കേതുവിനും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശുക്രന് അർച്ചന ചെയ്യുന്നത്, വെളുത്ത പട്ട് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. സർപ്പദൈവങ്ങൾക്കും വഴിപാട് ചെയ്യേണ്ടതാണ്. നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. പിന്നെ ശനിയുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആ ശനി 6ലേക്ക് മാറുന്നത് വരെയെങ്കിലും ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ ശാസ്താവിന് ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക ഏറ്റവും നല്ലതാണ്. ഗണപതിക്ക് ഒരു കറുകമാലയും കൂടെ സമർപ്പിച്ചിട്ട് നമ്മൾ ജോലിക്കോ ഇൻ്റർവ്യൂവിനൊക്കെ ശ്രമിച്ചാൽ ആ കടമ്പ കടക്കാൻ ഒരുപാട് സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ശാസ്താവിൻ്റെ അനുഗ്രഹം, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം
ഇതൊക്കെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം, ഇതൊക്കെ ഒരുപാട് തടസ്സങ്ങൾ മറികടക്കാൻ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഇത് അനുഭവത്തിൽ നിന്നും കൂടിയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ശനിയുടെ മൂർധന്യത്തിൽ, അല്ലെങ്കിൽ ശനി വളരെ ദോഷകരമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ദോഷകരമായിട്ട് വരുമ്പം ശാസ്താവിലും ഹനുമാൻ സ്വാമിയിലുമൊക്കെ അഭയം പ്രാപിക്കുക, കുടുംബദേവതയ്ക്കും വഴിപാടുകൾ ചെയ്യുക. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് വിധിയെയും നല്ലൊരു അളവ് വരെ തിരുത്താൻ പറ്റും. പൂർണ്ണമായിട്ട് ഒരു വിധിയെ മറികടക്കാൻ നമുക്ക് പറ്റുകയില്ല. കാരണം വിധി എന്ന് പറയുന്നത് വിധിക്കപ്പെട്ടതുകൊണ്ടാണ് അതിന് വിധി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. പക്ഷേ ഒന്ന് ലൈറ്റാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഗാഠതയൊന്ന് കുറയ്ക്കാം, അതിൻ്റെ രൂക്ഷതയൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദുരിതങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കാതെ ഈ വഴിപാടുകൾ കഴിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.